ആണ് ഇറാനിലേക്ക് ആദ്യമായി ഇസ്രയേൽ ബോംബെയ്യുന്നത്. സ്കൂളുകളാണ് തകർന്നത്, കുഞ്ഞുമക്കളാണ് കൊല ചെയ്യപ്പെട്ടത്. ഇവിടെ ഇതാ ഈ മനുഷ്യൻ മക്കയിലേക്ക് കയറുമ്പോൾ അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് കുറെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഓടി വന്നു. ഓടി വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് വേണ്ടി ആ ഒട്ടകത്തിൻ്റെ മൂക്ക് കയറി പിടിച്ചു നിർത്തി, ഒട്ടകത്തെ മുട്ട കുത്തിച്ച് അവിടെ ഇരുന്ന് ആ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും എടുത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ ഉമ്മ വച്ചു. ആരാ മറുഭാഗത്തുള്ളത്? ശത്രുക്കളുടെ കുഞ്ഞുങ്ങൾ. എവിടേക്കാ പോണത്? ഏറ്റവും വലിയ ശത്രുക്കളുടെ മുമ്പിലേക്ക്. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതെന്താ? ആ കുഞ്ഞുങ്ങളെ ഉമ്മ വച്ചു. ഞാൻ ഇങ്ങനെ പറയാൻ എന്തേ കാരണം? കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു, സ്ത്രീകൾ കൊല ചെയ്യപ്പെടുന്നു. ഭീകരമായ യുദ്ധങ്ങൾ വരുമ്പോൾ എന്താ യുദ്ധം എന്ന് കൂടി അറിയാൻ വേണ്ടിയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നാം നമ്മെ തിരിച്ചറിയാൻ കൂടിയാണ്. അതാണ് സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, നാം യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കളാകുമ്പോ, അതല്ലാത്ത മറ്റേതെങ്കിലും മാർഗം തിരഞ്ഞു പോകുമ്പോ അല്ലാഹു നമ്മളെ കീഴ്പ്പെടുത്തി കളയും. ആലോചിച്ചോക്കേ, അറബ് പ്രദേശങ്ങൾ മുഴുവൻ ഇങ്ങനെ വലയം ചെയ്തു നിൽക്കുമ്പോഴും ആ അറബ് പ്രദേശങ്ങളിലെ മുസ്ലിങ്ങളും ഭരണാധികാരികളും ഒക്കെ ഉണ്ടാകുമ്പോഴും ഗസയിലെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നിരന്തരം കൊല്ലപ്പെടുന്നു. ഇന്നു പോലും ബോംബ് ചെയ്യപ്പെട്ടത് ആ ഗസയിലെ കുഞ്ഞുമക്കളുടെ നേരെയാണ്. ആരും ചോദിക്കാനില്ലാത്ത, ഒരു മിസൈൽ കൊണ്ടും തടുക്കപ്പെടാനില്ലാത്ത, ഒരു കൊച്ചു കല്ലുകൊണ്ട് പോലും തിരിച്ചൊന്നും ചെയ്യാൻ കഴിയാത്ത. പക്ഷേ മറുഭാഗത്ത് ശക്തരായ ഭരണാധികാരികളൊക്കെ ഉണ്ട്. ഈജിപ്റ്റ് ഉണ്ട്, ജോർദാൻ ഉണ്ട്, ഇങ്ങ് സൗദി അറേബ്യ ഉണ്ട്. എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്നുണ്ട്. വെറുതെ കൂട് വിട്ടെന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഓടിപ്പോയാൽ പോലും ഇസ്രയേൽ എന്ന് പറയുന്ന ആ രാജ്യം അങ്ങ് തെറിച്ചു പോകാൻ മാത്രം ആളുണ്ട്. എല്ലാ അതിക്രമത്തിൻ്റെയും പേരായി ഇസ്രയേൽ നിൽക്കുമ്പോൾ പോലും എല്ലാ അതിക്രമവും. ലോകത്തെ ഏറ്റവും വലിയ സമാധാനവാദികളുടെ പേര് ഇവർ പറയുന്നത് അമേരിക്ക എന്നും ഇസ്രയേൽ എന്നുമാണ്, അല്ലേ? ലോകത്തെ ഏറ്റവും വലിയ ക്രൂരന്മാരും രാജ്യങ്ങൾ സ്ഥാപിച്ചത് പോലും അതിക്രമത്തിൻ്റെതായ വഴിയിലൂടെയാണ്. അമേരിക്ക സ്ഥാപിതമായത് എങ്ങനെയാ? ഉറങ്ങിയോ? ഇല്ലല്ലോ. അമേരിക്ക സ്ഥാപിതമായത് തന്നെയും അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഗോത്രവർഗക്കാരായിരുന്ന റെഡ് ഇന്ത്യൻസ്, അതായത് അവിടെ ഉണ്ടായിരുന്ന കറുത്ത വർഗക്കാരായ മനുഷ്യരെ കൂട്ടക്കശാപ്പ് ചെയ്തിട്ടാണ് വെള്ളക്കാരായ ആളുകൾ അവിടേക്ക് ചെന്നത്.